ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പൊതുവിഷയങ്ങളോട് പ്രതികരിച്ചതിന്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങൾക്കിരയാവുന്ന സ്ത്രീകളുടെ എണ്ണം ദിവസം തോറും കൂടി വരികയാണ്. നടിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി അടക്കം നിരവധി പേർ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് ഇരയായവരാണ്. തിരുവല്ല സ്വദേശിനിയായ പ്രീത ജി നായരാണ് ഒടുവിലത്തെ ഇര. ജി സുധാകരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് മുതൽക്കാണ് പ്രീത നോട്ടപ്പുള്ളിയായത്. പിന്നീട് പ്രീതയിട്ട പോസ്റ്റുകൾക്കും കമന്റുകൾക്കുമൊക്കെ മോശം ഭാഷയിലുള്ള പ്രതികരണങ്ങളുണ്ടായി. മാത്രമല്ല, പ്രീതയെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഫേസ്ബുക്ക് പേജുകളുമുണ്ടായി. മകനെ പോലും ആക്ഷേപിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും ഫേസ്ബുക്കിൽ നിറഞ്ഞു കവിഞ്ഞു. പല വിഷയങ്ങളിലും എന്നെക്കാളും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന പുരുഷന്മാരുണ്ട്. അവരോടുള്ള സമീപനമല്ല, അതിലും അല്പം ഡൈല്യൂട്ടായിട്ട് പ്രതികരിക്കുന്ന എന്നോടുള്ളത്. അഭിപ്രായം തുറന്നു പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായ രാഷ്ട്രീയ നിലപാടുണ്ടാവുക, അത് അവരുടെ രീതിയിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇത് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങളോടുള്ള ഈ അസഹിഷ്ണുത ഞെട്ടലുണ്ടാക്കുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സ്ത്രീകളുടെ പ്രതികരണത്തിന് ആരൊക്കെയോ ചേർന്ന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധി ലംഘിക്കുന്നവരുടെ അനുഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഈ പൊതുബോധം വളർത്തിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഉമ്മർ എടപ്പാളിനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി.